അച്ഛന് വേണ്ടി ഇന്ന് അച്ഛൻ വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ഛനിലൂടെ സംസാരിക്കണം. 2 കരങ്ങളുയർത്തി ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെ താവേ വായി തുറക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം അച്ഛനിലേക്ക് നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലെ സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ചാവറയച്ചൻ കേരള കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിൽ വലിയ വിശ്വാസ വിപ്ലവം നമുക്കായിട്ട് നയിച്ച വ്യക്തിയാണ്. വിശ്വാസത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിൽ നമ്മളിന്ന് ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനിൽ ഒരാൾ വിശുദ്ധ ചാവറയച്ചനാണ്. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. പ്രിയമുള്ളവരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, വചനം പറയുന്നു, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. വിശുദ്ധ ചാവറയച്ചൻ അത്തരത്തിൽ സാക്ഷിയായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് വിശുദ്ധർ നമുക്ക് നൽകുന്ന പ്രചോദനമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രബോധനം നമുക്ക് നൽകി. അതിൻ്റെ പേരാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, ഗൗദത്തേത് എക്സുൾട്ടാത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കിയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഈ പ്രബോധനത്തിൻ്റെ തലക്കെട്ട് നൽകിയത്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, മത്തായിയുടെ സുവിശേഷം 5:14. അപ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രബോധനം, നമുക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ആ പ്രബോധനം നൽകിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ വിശുദ്ധരെ ആരെയും അനുകരിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശുദ്ധരെയെല്ലാം നമുക്ക് അനുകരിക്കാൻ സാധിക്കണം എന്നാണ്. പക്ഷേ മാർപ്പാപ്പ പറയുകയാണ്, ആ വിശുദ്ധരൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ ജീവിതവുമായിട്ട് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ അനുകരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ എന്ത് നേടണം? നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളണം. അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ പറയുകയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12:1-2. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് ചുറ്റും വിശുദ്ധരുള്ളത് പ്രചോദനം നൽകുവാനാണ്. ദർ എൻകറേജിങ് അസ്, നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗാലറിയിൽ നമ്മുടെ ഓട്ടപ്പന്തയത്തിൽ നമുക്ക് ചുറ്റുമിരുന്ന് നമ്മളുടെ പ്രോത്സാഹനം നൽകുന്ന വ്യക്തികളാണ് വിശുദ്ധർ. അപ്പോൾ വിശുദ്ധ ചാവറയച്ചൻ നമുക്ക് നൽകുന്ന പ്രോത്സാഹനം എന്താണ് എന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി വിശുദ്ധ ചാവറയച്ചൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ നമ്മളോട് പറഞ്ഞു? പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണം എന്ന് പറഞ്ഞുവെന്ന് പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഞാനും കേട്ടിട്ടുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിങ്ങനെയാണ്:
നമ്മുടെ ഇടയിൽ നീചത്വങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ മേഖലകൾ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ നവോത്ഥാനം നടത്തുക എന്നുള്ളത് ചാവറയച്ചൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വിദ്യാഭ്യാസ പഠന ശൈലികൾ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ രൂപപ്പെടുന്നതിൽ ചാവറയച്ചൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഒരു നവജനതയെ രൂപപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ചാവറയച്ചനുണ്ടായിരുന്നു. നീചത്വങ്ങളുടെ ബഹിഷ്കരണം, അതായത് വർണ്ണവിവേചനങ്ങളും ലിംഗവിവേചനങ്ങളും ജാതി വിവേചനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സാമൂഹികമായ പരിഷ്കരണത്തിന് നിദാനമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്നതായിരുന്നു ചാവറയച്ചൻ്റെ ലക്ഷ്യമെന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതാണ് ഞാനും നിങ്ങളും കേട്ടിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ പിന്നീട് വിശുദ്ധ ചാവറയച്ചനെക്കുറിച്ച് ധ്യാനിച്ച നാളുകളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ശരിക്കും ഒരു സാമൂഹിക പരിഷ്കരണം മാത്രമാണോ ചാവറയച്ചൻ ആഗ്രഹിച്ചത്? ശരിക്കും ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ പരിഷ്കരണമാണോ ചാവറയച്ചൻ ആഗ്രഹിച്ചത്? അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആധ്യാത്മികമായി സ്പിരിച്വൽ എന്നുള്ള ലെവലിൽ ഒരു സോഷ്യൽ റിഫോർമർ എന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്പിരിച്വൽ റിഫോർമർ എന്ന നിലയിൽ എന്താണ് ചാവറയച്ചൻ ആഗ്രഹിച്ചത്? ആധ്യാത്മിക നവീകരണം എന്ന് പറയുന്നത് എന്താണ് ചാവറയച്ചൻ ആഗ്രഹിച്ചത്? അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പഠന രീതികളിലൂടെ നവോത്ഥാനവുമെല്ലാം അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതിന് കത്തോലിക്കാ സഭ വേണം നിർബന്ധമില്ല. വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ വൈദികർ വേണം നിർബന്ധമില്ല. സമർപ്പിതർ വേണം, സിസ്റ്റേഴ്സ് വേണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഒരുപക്ഷെ വേൾഡ് ബാങ്കിൽ നിന്നോ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നോ സാമ്പത്തികമായ ലാഭം അല്ലെങ്കിൽ കടം കൂടുതൽ കിട്ടും. കുറച്ചുകൂടെ സാമ്പത്തിക സ്രോതസ്സ് ഗവൺമെൻറ്റിന് കണ്ടെത്താൻ സാധിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് തമാശയാണെങ്കിലും പറയാറുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളൊക്കെ വളരെ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഗൗരവമുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സ്വാഭാവികമായും ഒരു എയ്ഡഡ് സ്കൂളിനേക്കാളും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്കൂളിനേക്കാളും നിലവാരത്തിലേക്ക് ഗവൺമെൻറ് സ്കൂളിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓടിയെത്താൻ പല പ്രൈവറ്റ് സ്കൂളുകൾക്കും പറ്റുന്നില്ല. അപ്പം മികച്ച വിദ്യാഭ്യാസ രീതികൾ നൽകുവാൻ സാമൂഹികമായ ഒരു പരിഷ്കരണത്തിന് ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പിന്നെ എന്തിന് നമ്മൾ സ്കൂൾ നടത്തണം എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നത്? നമ്മുടെ സ്കൂളുകളിൽ പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂടങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വൽ ആനിമേറ്റേഴ്സ് സിസ്റ്റേഴ്സും വൈദികരും ഒക്കെയുള്ള ഒരു സ്കൂളിൻ്റെ സംവിധാനത്തിൽ എന്തിന് കുട്ടികളെ വിടണം എന്നതിനെക്കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ പലരും ചോദിക്കുമ്പോൾ ചാവറയച്ചൻ്റെ വിദ്യാഭ്യാസ വിചിന്തനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ആധ്യാത്മികമായ ഉത്തരം നമുക്കിതിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ ചാവറയച്ചൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യം എന്ത് എന്ന് നമ്മൾ കണ്ടെത്തണം. അത് ഒരു ആധ്യാത്മികമായ രഹസ്യമാണ്. അത് ചാവറയച്ചൻ്റെ ആധ്യാത്മികതയോട് ഒട്ടി നിൽക്കുന്നതാണ്. എന്താണ് ചാവറയച്ചൻ്റെ ആത്മീയത? ചാവറയച്ചൻ്റെ ആത്മീയത തിരുക്കുടുംബത്തിൻ്റെ ആത്മീയതയാണ്. വിശുദ്ധ ചാവറയച്ചൻ്റെ ഭക്തി മുഴുവനും തിരുക്കുടുംബത്തോടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇല്ലേ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ചാവറയച്ചൻ്റെ ആ ചിത്രത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ചിത്രം. അത് തിരുക്കുടുംബത്തിൻ്റെ ചിത്രമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ചാവറയച്ചനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു തിരുക്കുടുംബം പോലെ ആകണം നമ്മുടെ കുടുംബമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. ചാവറയച്ചൻ്റെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് കുടുംബമായിരുന്നു. വിദ്യാഭ്യാസവും കുടുംബവും തമ്മിൽ എന്താണ് ബന്ധം അല്ലേ? നമ്മളെല്ലാവരും അസംസ്കൃതരായ അപരിഷ്കൃതരായ മനുഷ്യരാണ്. നമ്മളെല്ലാം അതിൻ്റെ റോ സ്റ്റേജിലാണ്. അതായത് ഒട്ടും റിഫോം ചെയ്യപ്പെടാത്ത ഒരു സ്റ്റേജിലാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിക്കുന്നത്. ഡോക്ടറുടെ മകൻ ഡോക്ടറായിട്ടാണോ ജനിക്കുന്നത്? അല്ല. മരുന്നിൻ്റെ പേരും എല്ലാം ബുദ്ധിയിലുണ്ട്. അവൻ ജനിക്കുമ്പോൾ 1.5 വയസ്സിൽ തൊട്ട് മരുന്ന് കുറിക്കുന്നുണ്ടോ? ഇല്ല. അധ്യാപകൻ്റെ മകൻ അധ്യാപകനായിട്ടാണോ ജനിക്കുന്നത്? അല്ല. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരു വ്യക്തിയിലേക്ക്
പകർന്നു നൽകപ്പെടുന്നില്ല. എഴുതപ്പെടാത്ത ഒരു സ്ലേറ്റും ആയിട്ടാണ് ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത്. ടാബുള റാസ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോഗം തത്വശാസ്ത്രജ്ഞരുടെ ഇടയിലുണ്ട്. വിത്തൗട്ട് റൈറ്റിംഗ് എനിത്തിങ് ഓൺ എ സ്ലേറ്റ് വി ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ്. ഒരു കാര്യവും എഴുതപ്പെടാതെയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. ഞാനും നിങ്ങളും ജനിച്ചു വീണത് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ അപരിഷ്കൃതരാണ്, അസംസ്കൃതരാണ്, നമ്മൾ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളെ രൂപീകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നല്ലതല്ലാത്തതെല്ലാം കൊത്തിക്കളഞ്ഞ് ഒരു ശില്പി ഒരു രൂപം ഉണ്ടാക്കുന്നത് പോലെ, ഒരു ശിലയിൽ നിന്നും ഒരു കല്ലിൽ നിന്നും ഒരു ശില്പി ഒരു മനോഹരമായ രൂപമുണ്ടാക്കുന്നത് പോലെ, നമുക്ക് അനുയോജ്യമല്ലാത്തതിനെ എല്ലാം കുത്തിക്കളഞ്ഞ് ഒരു നല്ല പരിഷ്കൃതമായ രൂപം ഉണ്ടാക്കിയെടുക്കുക, ഒരു നല്ല വ്യക്തിയെ രൂപപ്പെടുത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം. അപ്പോൾ വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? നല്ല വ്യക്തിയെ രൂപപ്പെടുത്താനാണ്. ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾ ഇന്ന് സ്കൂളിൽ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സൺ. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം ഇതാണ്: സമഗ്ര വ്യക്തിത്വ രൂപീകരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ച. അവൻ്റെ തല മാത്രം വളർന്നാൽ പോരാ, അല്ലേ? തല മാത്രം വളർന്നാൽ എങ്ങനെ ഇരിക്കും? ഒരാളുടെ തല മാത്രം വളർന്നു പോയാൽ എങ്ങനെ ഇരിക്കും? ഇൻ്റലക്ച്വൽ ഫോർമേഷൻ, ബൗദ്ധികമായ വളർച്ച മാത്രമല്ല, അയാൾ ഇമോഷണലി മച്ചുറായിരിക്കണം, വൈകാരിക പക്വതയുണ്ടായിരിക്കണം. വൈകാരികമായി ഇമോഷണലി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ അതിനുള്ള പക്വത ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി അതാണ്. കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഇമോഷണലി മച്ചുറല്ലാത്ത, ഹൈ ക്ലാസ് ആയിട്ട് നല്ല ജോലിയുള്ള കുടുംബങ്ങൾ, ഭാര്യയും ഭർത്താവും ഇമോഷണലി ദേ ആർ നോട്ട് മച്ചുവർ. അതുകൊണ്ട് അവരുടെ ഇടയിൽ സമാധാനമില്ല. വൈകാരികമായ ഒരു സന്തുലനാവസ്ഥ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബൗദ്ധികമായ വളർച്ച മാത്രമല്ല, അവരുടെ വൈകാരികമായ വളർച്ച ലക്ഷ്യം വെക്കുന്നുണ്ട്. ശാരീരികമായ കായികമായ ക്ഷമത. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചേർന്ന് ഈ കായിക പരിശീലനങ്ങൾ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ്, കളരിപ്പയറ്റോ യോഗയോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയിൽ അയാളുടെ ശരീരത്തിൻ്റെ വളർച്ചയും പക്വതയും പ്രധാനപ്പെട്ടതാണ്. നമുക്കിന്ന് ഏറ്റവും കൂടുതലുള്ള സംഭവമാണ് എന്ത്? ഓവർ വെയ്റ്റ്, ശരീരത്തിൻ്റെ അമിത ഭാരം എന്ന് പറയുന്നത്. കാരണം എന്താണ്? കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ വൈകാരികമായ പക്വതയില്ലാത്തവരാണെന്ന് പറയുന്ന പോലെ തന്നെ ഭക്ഷണക്രമത്തിലും മറ്റു കാര്യങ്ങളിലും പക്വത പാലിക്കാൻ സാധിക്കാത്തവരാണ്. ഡിസിപ്ലിൻ ഇല്ലാതെ പോകും. അപ്പോൾ ഒരു വിദ്യാഭ്യാസ പരിശീലനത്തിൽ ഈ വ്യക്തിത്വ രൂപീകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് ശാരീരിക കായിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇനി അടുത്തതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിലെ സ്പിരിച്വൽ ഗ്രോത്ത്, ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആധ്യാത്മികമായ വളർച്ച കൂടി ഒരു വ്യക്തിക്ക് ആവശ്യമായ ഒന്നാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ആധ്യാത്മികത ഒരു ഏച്ചുകെട്ടാണ്, ആധ്യാത്മികത ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷേ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ എത്തിച്ചേരുന്നത് വരെ ഞാൻ ആശ്വാസം കണ്ടെത്തുകയില്ല. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉൾക്കാമ്പിൽ, അവൻ്റെ ഉള്ളിൽ അവനൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ട്, ഒരു വാക്വം ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ശൂന്യതയെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പല വഴികളിലൂടെ അലയുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുക. ഞാൻ പലതിൻ്റെ അടിമയായി, പല രാഷ്ട്രീയ ചിന്താഗതികളുടെ അടിമയായി മാറുന്നു, ലോക പ്രവണതകളുടെ അടിമയായി മാറുന്നു, മദ്യത്തിന് അടിമയായി മാറുന്നു, ലഹരിക്ക് അടിമയായി മാറുന്നു, പുതിയ സോഷ്യൽ മീഡിയയ്ക്ക് അടിമയായി മാറുന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ പല ശ്രേണികളിൽ കൂടെ സഞ്ചരിച്ചിട്ട് അവസാനം ഒരു മനുഷ്യൻ വന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല നാൾ അലഞ്ഞതിൻ്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. ഞാൻ പലതും തേടി നടന്നു, പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം കൊള്ളുന്നത് വരെ, നിന്നിൽ എത്തിച്ചേരുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ഇത് കാലങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച വ്യക്തിയാണ് വിശുദ്ധ അഗസ്തീനോസ്.
അദ്ദേഹം അതുകൊണ്ട് എഴുതി വെച്ചു. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, എവിടെയൊക്കെ പോയാലും എതിലെയൊക്കെ നടന്നാലും ഞാൻ എത്തിച്ചേരേണ്ടത് ആത്യന്തികമായി ദൈവത്തിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ബൗദ്ധികമായ കുറച്ച് ജ്ഞാനം പകർന്നു കൊടുക്കുന്നത് മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സമഗ്ര രൂപീകരണവും രൂപവൽക്കരണവും ചാവറയച്ചൻ ലക്ഷ്യം വെച്ചു. അങ്ങനെ ഒരു വ്യക്തി രൂപപ്പെട്ടാൽ, നല്ല വ്യക്തി രൂപപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേക്കണം, നല്ല വ്യക്തി രൂപപ്പെട്ടാൽ, നല്ല വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്ത് രൂപപ്പെടും? നല്ല കുടുംബം രൂപപ്പെടും. നല്ല കുടുംബം രൂപപ്പെടും. എന്തുകൊണ്ട് നല്ല കുടുംബമില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളെല്ലാം ചോദ്യം പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുടുംബ തകർച്ചയാണ്, കുടുംബ ശൈഥില്യമാണ്. എവിടെയാണ് അതിൻ്റെ കേസ്? അതിൻ്റെ റൂട്ട് കിടക്കുന്നത് എവിടെയാണ്? അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് എവിടെയാണ്? വിദ്യാഭ്യാസത്തിൻ്റെ അപാകത. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച് നീ ജോലി നേടണം, പൈസ ഉണ്ടാക്കണം, ജീവിച്ചോണം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. വിദ്യാഭ്യാസം പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാനും പരീക്ഷയിൽ പഠിച്ച് ജയിച്ച് ജോലി സമ്പാദിക്കുവാനും, ജോലി സമ്പാദിച്ച് നല്ല സുഖമായ ജീവിതാവസ്ഥയിലേക്ക് പോവുക. അതിനപ്പുറത്തേക്ക് ധാർമ്മികതകൾക്ക്, അതിനപ്പുറത്തേക്ക് ആധ്യാത്മികതയ്ക്ക്, അതിനപ്പുറത്തേക്ക് വൈകാരികതയ്ക്ക്, അതിനപ്പുറത്തേക്ക് ശാരീരിക ക്ഷമതയ്ക്ക് യാതൊരുവിധ പ്രസക്തിയും കൊടുക്കാത്ത ഒരു തരം വളർത്തലിനെ പ്രതിരോധിക്കുകയാണ് ചാവറയച്ചൻ്റെ ജീവിതം. ചാവറയച്ചൻ്റെ തിരുനാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം, ചാവറയച്ചൻ ലക്ഷ്യം വെച്ചത് നല്ല വ്യക്തിത്വ രൂപീകരണം, നല്ല വ്യക്തികളുടെ രൂപീകരണത്തിലൂടെ നല്ല കുടുംബങ്ങളുടെ രൂപീകരണം. അതുകൊണ്ട് ചാവറയച്ചൻ പറഞ്ഞു, ഓരോ കുടുംബവും, ശ്രദ്ധിച്ചേ, അതാണ് ആധ്യാത്മിക ചിന്ത. ചാവറയച്ചൻ പറഞ്ഞത്, ഓരോ കുടുംബവും പരിശുദ്ധ തൃത്വത്തിൻ്റെ നേർചിത്രമായി ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം. മനോഹരമായ വാക്കുകൾ ചാവറയച്ചൻ ഉപയോഗിച്ചു. ആകാശമോക്ഷത്തിൻ്റെ പ്രതീകമാണ് ഈ ലോകത്തിലെ ഓരോ കുടുംബവും. ആകാശമോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം. സ്വർഗത്തിൽ ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഓരോ കുടുംബത്തിൻ്റെയും ബന്ധം. ശ്രദ്ധിച്ചേ, ഓരോ കുടുംബത്തിൻ്റെയും ബന്ധം എന്താണ്? ഓരോ കുടുംബവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹ ബന്ധം, ഇടപെടൽ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പരിശുദ്ധ തൃത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? പരിശുദ്ധ തൃത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അയ്യോ ആകാശമോക്ഷം അതൊക്കെ അങ്ങ് അകലിരിക്കുന്ന കാര്യമല്ലേ അച്ഛാ, ഇതൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പലരും ചോദിക്കും. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുകയല്ല. വേണമെങ്കിൽ കക്ക കൊണ്ട് വെള്ളം കോരിയ മാലാഖയുടെ കഥ, അഗസ്തീനോസിൻ്റെ കഥയാ നമ്മളെടുത്ത് പറയും. എന്നിട്ട് പറയും ഇതൊന്നും നമ്മുടെ ബുദ്ധിക്ക് പറ്റുകയില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് നമ്മൾ പതിയെ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് ക്രിസ്ത്യാനി എത്ര നാൾ കുടുംബജീവിതം നയിക്കുമെന്നൊരു ചോദ്യമുണ്ട്. ജീവിക്കേണ്ടതിൻ്റെ മാതൃകയെ മാറ്റിവെച്ചിട്ട് എങ്ങനെ എത്ര നാൾ ഇനി മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജീവിക്കേണ്ട മാതൃക പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞു, കുടുംബങ്ങൾ ആകാശമോക്ഷത്തിന് സദൃശ്യമാണ് ഈ ലോകത്തിൽ. അങ്ങനെയെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ആകാശമോക്ഷത്തിലെ ബന്ധം എന്താണ്? അവർ തമ്മിലുള്ള ഇടപെടലുകൾ എന്താണ്? ഇത് എങ്ങനെ മനസ്സിലാകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആകാശമോക്ഷത്തിൻ്റെ ബന്ധം മനസ്സിലാക്കാൻ, ശ്രദ്ധിച്ചേക്കണേ, ആകാശമോക്ഷത്തിൻ്റെ ബന്ധം മനസ്സിലാക്കാൻ വിശുദ്ധ കുർബാനയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ശ്രദ്ധിച്ച് കേൾക്കുക, കുർബാനയിൽ പ്രകടമാകുന്നതാണ് തൃത്വം. ശ്രദ്ധിച്ചേ, എന്തിലാണ് തൃത്വം പ്രകടമാകുന്നത്? വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരമുയർത്തി പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ തൃത്വത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കുർബാനയിലോട്ട് നോക്കിയാൽ മതി. കുർബാനയിൽ നിന്ന് പഠിച്ചിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കടന്നു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം കേട്ടോ,
കുർബാനയിൽ ശ്രദ്ധിച്ചേ, ഇനി പറയുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. കുർബാനയിൽ നിങ്ങൾ ഈശോയെ മുഴുവനായും സ്വീകരിക്കുന്നുണ്ടോ? ഉത്തരം പറ. കുർബാനയിൽ ഈശോയെ, ചിലർ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിന്ന് ഈശോയുടെ കണ്ണാണ് കിട്ടിയത്, എനിക്കിന്ന് ഈശോയുടെ വിരലാണ് കിട്ടിയത്, അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അല്ലേ, ചില ആൾക്കാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഈശോയുടെ ഹൃദയം എനിക്ക് കിട്ടി, ഈശോയുടെ കൈ എനിക്ക് കിട്ടി. അങ്ങനെയല്ല, ഈശോയെ മുഴുവനായുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഈശോ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഈശോയെ സ്വീകരിക്കുന്നത് മുഴുവനായുമാണ്. ദ ഹോൾ പേഴ്സൺ, മുഴുവനായും, ഒരു വ്യക്തിയെ മുഴുവനായും ഞാൻ സ്വീകരിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങൾ ഈശോയെ സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഈശോ നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടോ? എന്തു പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങളെ ഈശോ സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? അതായത് പണ്ടൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കാൻ പോയി എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കുർബാന കൊടുക്കാൻ പോയി എന്ന് പറയാറുണ്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്നത് അച്ഛൻ കുർബാനയ്ക്ക് കൊടുക്കാൻ പോയി എന്ന് പറയും. എന്തിനു കൊടുക്കാൻ പോയി? കുർബാനയ്ക്ക് കൊടുക്കാൻ പോയി. അതായത് കുർബാനയ്ക്ക് എന്നെ തന്നെ കൊടുക്കുന്നതാണ് കുർബാന സ്വീകരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ മുഴുവനായും ഈശോയിലേക്ക് കൊടുക്കുന്നു, ഈശോ മുഴുവനായും എന്നിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? മുഴുവനായും ഞാൻ എന്നെ ഈശോയ്ക്ക് കൊടുക്കുന്നു, ഈശോ മുഴുവനായും എന്നെ സ്വീകരിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ആത്മകഥയിൽ, നവമാലികയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയുടെ ആദ്യ കുർബാനയുടെ സ്വീകരണത്തെക്കുറിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുകയാണ്, എൻ്റെ 2 കവിൾത്തടങ്ങളിലൂടെയും കണ്ണുനീരിങ്ങനെ ഒഴുകി ഇറങ്ങി. ചുറ്റുമുള്ളവർ പറഞ്ഞു അവളുടെ അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട്, അമ്മ മരിച്ചു പോയതുകൊണ്ട് കൊച്ച് കരയാണ്. ചിലർ പറഞ്ഞു അവളുടെ ചേച്ചിമാരൊക്കെ മടത്തിപ്പോയതുകൊണ്ട് അവൾ കരയുന്നതാണ്, അവർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, സഹോദരങ്ങൾ ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അവൾ കരയുന്നതാണ്. പക്ഷെ വിശുദ്ധ കൊച്ചുത്രേസ്യ എഴുതിയിരിക്കുകയാണ്, ഞാനന്ന് കരഞ്ഞതിന് കാരണം ഒരു ആത്മീയ ആനന്ദ നിർവൃതിയാണ്. എന്താണ്? വിശുദ്ധ കൊച്ചുത്രേസ്യ എങ്ങനെ എഴുതി? കടലോടു ചേരുമ്പോൾ, കടലായി മാറുമ്പോൾ, ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? കടലോടു ചേരുമ്പോൾ, കടലായി മാറുമ്പോൾ. അതായത് ഞാനെന്ന ഒരു തുള്ളി ജലം. ഇപ്പം പാട്ടൊക്കെ ഇപ്പോൾ എഴുതിയതാ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുത്രേസ്യ എഴുതിയതാ. അറിയാമോ? പാട്ട് നമ്മളിപ്പോൾ പാടും. കടലോട് ചേരുമ്പോൾ കടലായി ഞാൻ മാറും. ത്രേസ്യ എന്ന ഒരു തുള്ളി ജലം മിശിഹ എന്ന സാഗരത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങൾ. ഈ ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുവചനം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 20-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇനി ഞാനല്ല, ആരെന്നിൽ ജീവിക്കുന്നു? ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ഓരോ വിശുദ്ധ കുർബാന സ്വീകരണ അനുഭവവും. എൻ്റെ ജീവിതത്തിൽ ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള ബോധ്യം. ത്രേസ്യ എന്ന ഒരു തുള്ളി ജലം, ശ്രദ്ധിച്ചേ, ത്രേസ്യ എന്ന ഒരു തുള്ളി ജലം മിശിഹ എന്ന സാഗരത്തിൽ അലിഞ്ഞു ചേർന്ന നിമിഷങ്ങൾ. മുഴുവൻ വ്യക്തിയും, ശ്രദ്ധിച്ചേ, മുഴുവൻ വ്യക്തിയും, ഞാനെന്ന മുഴുവൻ വ്യക്തിയും ഈശോയിലായി തീർന്നു. ഈശോ എന്ന മുഴുവൻ വ്യക്തിയെയും ഞാനും സ്വീകരിച്ചു. ഒരു കുർബാന സ്വീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സമഗ്രതയിൽ സ്നേഹിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്ങനെ സ്നേഹിക്കുന്നതാണ്? ഒരു വ്യക്തിയെ സമഗ്രതയിൽ സ്നേഹിക്കുന്നതാണ്. ഇതാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പരിശുദ്ധ തൃത്വത്തിൽ 3 ആളുകളുണ്ട്. പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും പരസ്പരം സ്നേഹിക്കുന്നു. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അവർ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കുന്നു. അവർ 3 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവ പ്രത്യേകതയല്ല അവർ സ്നേഹിക്കുന്നത്, മറിച്ച് അവർ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ മുഴുവനുമായുമാണ്. വിശുദ്ധ അഗസ്തീനോസ്, ശ്രദ്ധിച്ചേ, വിശുദ്ധ അഗസ്തീനോസ് കുടുംബങ്ങളെക്കുറിച്ചുള്ള നന്മകൾ, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ നന്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. തിയോളജിയിൽ, ദൈവശാസ്ത്രത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. അതായത് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. ഗുഡ്സ് ഓഫ് മാരിയേജ്, എന്താണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള നന്മ,
മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു. ഒന്ന്, അതൊരു കൂദാശയാണ്. 2, അതൊരു സ്നേഹത്തിൻ്റെ ഐക്യമാണ്. 3, അത് മക്കളെ ജനിപ്പിക്കാനുള്ള മാർഗമാണ്. 3 കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ. ശ്രദ്ധിച്ചേ, ഒരു കുടുംബത്തിൽ 3 നന്മകളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, അതൊരു അതിസ്വാഭാവിക ബന്ധമാണ്, അതൊരു സാക്രമെൻ്റാണ്, അതൊരു കൂദാശയാണ്. മനസ്സിലായോ? ഒരു സ്വാഭാവിക ബന്ധമൊന്നും അല്ലത്. സാധാരണ 2 മനുഷ്യർ എത്ര നാൾ ഒരുമിച്ച് ജീവിക്കും? അധികം നാളൊന്നും ഒരുമിച്ച് ജീവിക്കുക. 2 കൂട്ടുകാർ, എത്ര കൂട്ടുകാർ നമുക്കുണ്ടായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരെ തൊട്ടൊന്ന് എണ്ണി നോക്കിക്കേ, എത്ര കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്? കുറച്ച് പേരെയൊക്കെ നമ്മൾ പൊടി തൊട്ടി സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എടുത്തു എന്നതിലുപരി 1-ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച എത്ര പേരെ നിങ്ങളിപ്പോഴും എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നുണ്ട്? എല്ലാ ദിവസവും നിങ്ങൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇവനില്ലാതെ അല്ല ഇവളില്ലാതെ ഞാൻ സ്കൂളിൽ പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം എന്ത് ചെയ്യും അവരൊക്കെ? അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തെ കാലത്ത് ഓട്ടോഗ്രാഫൊക്കെ ഉണ്ട്. നീ ഇല്ലാതെ ഇനി എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിച്ച് വരെ ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തത്. എന്നാൽ നമുക്ക് അവരെന്ത് ചെയ്യും? 19 പേര് ക്ലാസ്സിലുണ്ടായിരുന്നു. അവരെ ഒരാളെ പോലും നമ്മളെല്ലാ ദിവസവും ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ കൂട്ടുകാരും നമ്മളീ പറയുന്ന കൂടെ നടക്കുന്നവരെന്ന് പറയുന്ന ആളുകളൊന്നും പോലും ഇല്ല. സ്വാഭാവിക ബന്ധങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ അതിസ്വാഭാവിക ബന്ധമാണ് ദാമ്പത്യം എന്ന് പറയുന്ന ഒരു കൂദാശയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നന്മ, കുടുംബ ജീവിതത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് അതൊരു അതിസ്വാഭാവികമായ കൃപയാണ് എന്ന് മനസ്സിലാക്കണം. 2, അത് സ്നേഹത്തിനുള്ള വിളിയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് വിശുദ്ധരാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്നേഹിച്ച് എന്താകണം? സ്നേഹിച്ച് ആരും ആകുന്നില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സ്നേഹിച്ച് വിശുദ്ധരാകണം. നമ്മൾ വിശുദ്ധരാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നം. പ്രിയമുള്ളവരെ, സ്നേഹിച്ചാലേ വിശുദ്ധരാവുള്ളൂ. അപ്പോൾ സ്നേഹിച്ച് നമ്മൾ വിശുദ്ധരാകണം. 3-മതായിട്ട് അത് കുടുംബജീവിതത്തിൽ ദൈവഹിതമനുസരിച്ച് മക്കളെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം. ഈ 3 നന്മകൾ ശ്രദ്ധിച്ചേ. ദാമ്പത്യ ജീവിതത്തിൻ്റെ 3 നന്മകളെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചെങ്കിൽ പിന്നീട് വത്തിക്കാൻ സുനോദോസിലൂടെ സഭ പഠിപ്പിച്ച 4-മതൊരു നന്മയുണ്ട്. ശ്രദ്ധിച്ചേക്കണേ. 4-മത്തെ നന്മ, കുടുംബജീവിതത്തിലെ 4-മത്തെ നന്മ എന്താണെന്നറിയാവോ? അത് ഒരു കുടുംബത്തിലെ വ്യക്തികളുടെ സമഗ്രമായ നന്മ, സമഗ്രമായ വികസനം. ഒരു വ്യക്തിയുടെ ഗുഡ് ഓഫ് ദ പേഴ്സൺ എന്ന് പറയുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ നന്മ, എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയുടെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കൂടെ ജീവിക്കുന്ന ഭർത്താവിൻ്റെ നന്മ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേക്കണേ. ഒരു കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ബന്ധത്തിലെ 4-മത്തെ നന്മ സഭ പറയുകയാണ്, അത് വ്യക്തിയുടെ നന്മയാണ്. അതായത് ഞാൻ എൻ്റെ കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എൻ്റെ സുഖത്തിന് വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ രാവിലെ തൊട്ട് കസേര കയറി ഇരുന്നിട്ട് എടീ കാപ്പി, എടീ ചായ, എടീ എടുത്തോണ്ട് വാടി, വെക്കടി അവിടെ, എനിക്കുള്ള വെള്ളം എന്തിയേ എന്ന് ആക്രോശിക്കുന്നതല്ല കുടുംബജീവിതമെന്ന്. എൻ്റെ ഷർട്ട് തേച്ച് വെച്ചോ, എൻ്റെ മുണ്ടെന്തിയേ, അതിനടി അലക്കാഞ്ഞേ, ഇങ്ങനെ കമാൻഡ് ചെയ്യുന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലേ? ആണോ? അതാണോ നന്മ? അല്ല, അതല്ല കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ, അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ആളെ വേണം, എനിക്ക് കഞ്ഞി വെച്ച് തരാനും എനിക്ക് തുണി അലക്കി തരാനും ഒരാളെ വേണമെന്ന് പറഞ്ഞ് പെണ്ണ് കെട്ടിയതാണോ കുടുംബജീവിതത്തിൽ ചെയ്യേണ്ടത്? ഇനി അതുപോലെ തന്നെ ഭാര്യ, അവൾ പറയുകയാണ് എനിക്ക് സാരി മേടിച്ചു തരാനും എനിക്ക് സ്വർണം മേടിച്ചു തരാനും എന്നെ സന്തോഷിപ്പിക്കാനും എനിക്ക് എപ്പോഴും എല്ലാ കംഫർട്ടുകളും മേടിച്ചു തരാനും ഇതൊക്കെയാണ് പരാതി. എനിക്ക് സാരി മേടിച്ചു തന്നില്ല, എനിക്ക് അത് മേടിച്ചു തന്നില്ല, എനിക്ക് ഓർണമെൻറ്റ്സ് മേടിച്ചു തന്നില്ല, എനിക്ക് തന്നില്ല, എനിക്ക് ഫോണില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നുള്ള പരാതിയാണ്. അപ്പം അതായത് കുടുംബജീവിതത്തിൽ എൻ്റെ നേട്ടവും എൻ്റെ നന്മയും എൻ്റെ സന്തോഷവും മാത്രം ലക്ഷ്യം വയ്ക്കുന്ന 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതല്ല കുടുംബം, അതല്ല കുടുംബം. പിന്നെന്താണ്? ആ വ്യക്തിയുടെ നന്മ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആ വ്യക്തിയുടെ നന്മ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ നന്മയല്ല, എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു തരാം. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, ഹലോ, ശ്രദ്ധിച്ചേ, ആരൊക്കെ ജോലി ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. 2 പേർക്കും ജോലിയുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. പിള്ളേർ 3 പേരുണ്ട് വീട്ടിൽ. എത്ര പിള്ളേരുണ്ട്? 3 പിള്ളേരും ഉണ്ട്. ഓക്കെ, രാവിലെ ചേട്ടത്തേക്ക് ജോലിക്ക് പോകണം, ചേച്ചി ജോലിക്ക് പോകും, രാവിലെ ജോലിക്ക് പോകണം. അപ്പോൾ വീട്ടിൽ പിള്ളേരെ എവിടെ വിടണം? പറ നിങ്ങൾ. സ്കൂളിൽ വിടണം. കഞ്ഞിയും കറിയും ഉണ്ടാകണം അല്ലേ? ഇവർക്കും പോകണം ജോലിക്ക്.
അപ്പോൾ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നു. പക്ഷേ ചേട്ടത്തിക്ക് ആരെ സ്കൂളിൽ വിടണം? പിള്ളേരെ സ്കൂളിൽ വിടണം. സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലഞ്ച് ബോക്സ് റെഡിയാക്കണം, പിള്ളേരുടെ ഡ്രസ്സ് ശരിയാക്കണം, യൂണിഫോം ശരിയാക്കണം, അവരുടെ ബാഗ് എടുത്ത് വെക്കണം, ഹോംവർക്ക് ചെയ്തൊന്ന് നോക്കണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു വീട്ടിൽ കുറേ ജോലികളെ പുള്ളിക്കാരി ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അടുക്കളപ്പണികളെല്ലാം ചെയ്യുന്നു. ഇങ്ങനെ ജോലി ചെയ്ത് പുള്ളിക്കാരി ജോലിക്ക് പോകുന്നു. ജോലിക്ക് ചെന്ന് ഓഫീസിൽ ചെന്ന് ഞാൻ വീട്ടിൽ കുറേ ജോലി ചെയ്തതാ, എനിക്ക് ഓഫീസിൽ 10 മിനിറ്റ് ചുമ്മാ ഇരിക്കാൻ തരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുവോ? കൊടുക്കത്തില്ല. ജോലി ചെയ്യാൻ തന്നെ പറയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ ജോലിയും ചെയ്യണം. വീണ്ടും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ചേട്ടന് കുഴപ്പമില്ലാതിരിക്കുന്നു. ചേട്ടൻ വന്നു, ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പത്രം വായിക്കാനുണ്ട്, TV കാണാനുണ്ട്, മൊബൈലിൽ നോക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചേട്ടത്തിക്ക് അതിനുള്ള സമയമില്ല. ചേട്ടത്തി വീണ്ടും വീണ്ടും കാര്യങ്ങളിലേക്ക് പോകുന്നു, മക്കളെ സെറ്റ് ചെയ്യുന്നു, എല്ലാ ജോലികളും എല്ലാം ചെയ്ത് ചേട്ടത്തി ടയേർഡാകുന്നു, വന്ന് കിടക്കാൻ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആള് എത്ര നാളിങ്ങനെ ജോലി ചെയ്ത് മുമ്പോട്ട് പോകും? ഈ സ്ത്രീ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ത്രീ എത്ര നാളിങ്ങനെ ജോലി ചെയ്ത് മുമ്പോട്ട് പോകും? അധിക നാളൊന്നും പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അതായത് ഈ പുള്ളിക്കാരി ഓടി ഓടി തളരും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുടെ ജോലി ഭാരം, 2 ജോലികളാണ്. ഒരേ സമയം ഓഫീസ് ജോലി ചെയ്യുന്നു, ഒരേ സമയം വീട്ടിലെ ജോലി ചെയ്യുന്നു, മക്കളെ പരിശീലിപ്പിക്കുന്നു, ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ കനത്ത ജോലി ഭാരം ഈ സ്ത്രീയെ അവശയാക്കി മാറ്റുന്നുണ്ട്. ഞാൻ ഇവളുടെ നന്മ ആഗ്രഹിക്കുന്ന ഭർത്താവ് ആണ് എങ്കിൽ, ശ്രദ്ധിച്ചേ, ഇവളുടെ ഭർത്താവ് ഇവളുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, എന്ത് ചെയ്യും? നിങ്ങൾ പറ. നിങ്ങളാണ് എന്ത് ചെയ്യും? ചേട്ടന്മാരെ പറഞ്ഞേ, അപ്പച്ചന്മാരെ എന്നാ ചെയ്യും? ആള് കിടന്ന് അനുഭവിക്കട്ടെ നോക്കൂ അല്ലേ? ചത്ത് വേറെ കെട്ടുമല്ലോ അല്ലേ? അങ്ങനെയാണോ? അല്ല, അവളെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഇവള് ചത്താ ഇന്ന ദൈവമേ ഇതുപോലെ ഒരെണ്ണത്തെ ഇനി വേറെ കിട്ടാനില്ല എന്ന് കരുതി എന്ത് ചെയ്യും? പറഞ്ഞോ. ജോലിയിലൊക്കെ ഇത് സംഭവിക്കുന്നില്ല. പറഞ്ഞു, പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. ജോലിയിലൊക്കെ, അതായത് എൻ്റെ ഭാര്യ കുറച്ച് നാളിലൂടെ ഈ ആരോഗ്യത്തോടെ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് തേങ്ങാ ചിരണ്ടി കൊടുക്കും, പാത്രം കഴുകി കൊടുക്കും, കാപ്പി എടുത്ത് തന്നെ കുടിക്കും, വെള്ളം എടുത്തുകൊണ്ട് വാടിയെന്നൊന്നും പറയുകയില്ല. എൻ്റെ തുണി ഞാൻ തന്നെ തേക്കും. ഇനി പറ്റുമെങ്കിൽ അവളുടെ തുണി അലക്കി മെഷീനിൽ കിടക്കുന്നതുകൂടെ എടുത്ത് ഞാൻ വെയിലത്തിട്ട് ഉണക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു വ്യക്തിയെ ഞാൻ സമഗ്രമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അവരെ ജോലികളിൽ സഹായിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വീട്ടുജോലികളുടെ പങ്കിടയിൽ എന്ന് പറയുന്ന ഒരു കാര്യം, ഞാനിത് പറയുന്നത് ആധുനിക കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരു വീട്ടമ്മ വീട്ടിലെ ജോലി മാത്രം നോക്കി ചേട്ടൻ കൃഷിപ്പണിയും ചെയ്ത് ജീവിച്ച കുടുംബങ്ങളല്ല ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾ മാറി, നമ്മുടെ മക്കളുടെ ജീവിതശൈലികൾ മാറി. വിദേശങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മക്കൾ പോയി തുടങ്ങി, മൈഗ്രേറ്റ് ചെയ്തു. ദാമ്പത്യ ബന്ധത്തിൻ്റെ മേഖലകളിൽ ഇന്ന് ഉലച്ചിലുകൾ കൂടാനുള്ള കാരണം എന്തെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കാത്ത ദാമ്പത്യ ബന്ധം, അതാണ് അപചയ കാരണമെന്ന് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജാബറയച്ചൻ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ആധ്യാത്മികത, പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയിലാണ് കുടുംബം ഈ ഭൂമിയിൽ രൂപപ്പെടേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ ആധ്യാത്മികത ഉൾക്കൊള്ളാത്ത കുടുംബങ്ങളാണ് ആനുകാലിക ജീവിതത്തിൻ്റെ പ്രതിസന്ധി. ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന വഴക്കുകൾക്കും പിരിയലുകൾക്കുമൊക്കെ കാരണം പരസ്പരം സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലാണ്. അതെങ്ങനെയാണ്? സ്നേഹിക്കുന്നുണ്ടെന്ന് രാവിലെയും വൈകിട്ടും ഇരുന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. കൂടെ നടന്ന് അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അവരെ സഹായിക്കണം. അത് വീട്ടുജോലിയിൽ ഹോംലി കോയേഴ്സ് എന്ന് പറയും. കുടുംബത്തിലെ വീട്ടുജോലിയിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റികളിൽ ആരംഭിക്കണം. മുറ്റമടിക്കുന്നതിനായിരിക്കാം, വീട് തുടയ്ക്കുന്നതിനായിരിക്കാം, തുണി അലക്കുന്നതിലായിരിക്കാം, ഭക്ഷണം പാകപ്പെടുത്തുന്നതിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സഹകരണം തുടങ്ങുകയാണ്. ഭർത്താവിനും ഇതുപോലെ തന്നെ ഭർത്താവ് ജോലി ചെയ്ത് വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് സമാധാനം കൊടുക്കാതിരിക്കുക. ആൾക്ക് ചിലപ്പോൾ ഒത്തിരി ജോലി ഭാരം ഉണ്ടാവും. വർക്ക് പ്ലേസിലെ പ്രഷർ താങ്ങാനാകാതായിരിക്കും അയാൾ ജീവിതത്തിൽ സങ്കടപ്പെട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. അവിടെ സമാധാനം കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരു വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടോ?
ആ വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശാരീരികമായ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങും, മാനസിക ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങും. ഉല്ലാസം എല്ലാവർക്കും വേണ്ടതാണ്. ചിലർ മാത്രം ഉല്ലസിക്കുകയും ബാക്കിയുള്ളവരൊക്കെ കിടന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്നതല്ല കുടുംബം. ഒരാൾക്ക് മാത്രം ഉല്ലാസം മതിയോ? ഞാൻ ടി വി കാണും, എന്നെ കണ്ടാലും ചാനൽ ചർച്ച കാണാതെ ഞാനൊക്കെ അല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും കാണണ്ടേ? അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ ടി വിയിൽ കാണാൻ വേണ്ടിയിട്ട് അവൾക്ക് താല്പര്യമുള്ളപ്പോൾ അവളെ അതിന് അനുവദിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശദമായ വലിയ ഒരു മേഖല ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ കുടുംബങ്ങളുടെ പാരസ്പര്യ സ്നേഹബന്ധത്തിൻ്റെ മേഖലകളെ, പരസ്പരം സ്നേഹം കൈമാറുന്ന മേഖലയെ നമ്മൾ പുനർനിർവചിക്കേണ്ടത് വിശുദ്ധ ചാവറയച്ചൻ്റെ വലിയ ആധ്യാത്മികതയുടെ പിൻബലത്തിലാണ്. ആകാശമോക്ഷത്തിൻ്റെ മാതൃകയിലാണ് കുടുംബം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സമഗ്രതയിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വലിച്ച് കൊണ്ടുപോകേണ്ട നുകമാണ് ദാമ്പത്യബന്ധം. പ്രിയപ്പെട്ടവരെ, ഈശോ 2 പേരെയാണ് അയക്കുന്നത്. ശ്രദ്ധിച്ചേക്കണം, 2 പേരെ അയക്കുന്നത്. എവിടെയാണ് അയക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. എത്ര പേരെ വീതം അയച്ചു? ഈ 2 പേരായി അയച്ചു. ഓരോ കുടുംബവും ഈ 2 പേരെ അയക്കുന്ന രംഗമാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കത്തോലിക്കാ സഭ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് കത്തോലിക്കാ സഭ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്? 2 പേരുടെ ബന്ധമെന്ന് പറയുമ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ്. 2 പുരുഷന്മാരുടെ യാത്രയല്ല, 2 സ്ത്രീകളുടെ യാത്രയല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. കുടുംബങ്ങൾ പുനർനിർവചിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഡിക്കൺസ്ട്രക്ഷനാണ് നമ്മളെ കുടുംബങ്ങൾക്ക് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കോൺസെപ്റ്റുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ യാത്ര എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഒരുമിച്ച് ജീവിച്ചേക്കാമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. 2 ആമ്പിള്ളേർ ഒരുമിച്ച് ജീവിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. കുടുംബത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്, സൃഷ്ടിയിൽ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായി ഉൽപ്പത്തി പുസ്തകം പറയുന്നത്, ആദിയിൽ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. 2 പേരുടെ യാത്രയാണ്. ശ്രദ്ധിച്ചേക്കണം, ഈ 2 പേരുടെ യാത്ര അവസാനിക്കുന്നിടത്ത് അവർ അന്ന് പറയുന്ന കാര്യങ്ങൾ. അവർ തിരിച്ചു വന്നു. അവർ 72 പേരെ കർത്താവ് കൊടുത്ത നിയോഗവുമായിട്ട് അയച്ചു. അവരതെല്ലാം ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇനി എടുക്കാൻ പറ്റുന്നത് ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. ലൂക്ക 10:17 മുതലുള്ള തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ ശ്രദ്ധിച്ചേ, എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളിലും ശ്രദ്ധിച്ചേ, പല കുടുംബങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പലരും പറയുന്ന കാര്യമുണ്ട്, അച്ഛാ, ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇന്ന് വീട് വെച്ചു, കാറ് മേടിച്ചു, സ്വന്തമായി സമ്പത്തുണ്ട്, മക്കളെ പഠിപ്പിച്ചു, നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു. മക്കളുടെ അടുക്കലാണ് ഞങ്ങളിപ്പോൾ. ഞാൻ ഈ മാസം UK നിന്ന് വന്നതേ ഉള്ളൂ. അടുത്ത മാസം ഞാൻ വേറൊരു രാജ്യത്തേക്ക്, അമേരിക്കയിലേക്ക് പോകും. അങ്ങനെ മൂത്തവളുടെ അടുക്കയായിരുന്നു. 2ാമത്തവൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുക. ഇനി 3ാമത്തവൻ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുക, കാനഡയിൽ ചെല്ലാൻ, തണുപ്പൊന്ന് മാറട്ടെ, പോകാനിരിക്കുകയാണ്. എല്ലാവരും തള്ളോട് തള്ളാണ്. പ്രിയമുള്ളവരെ, എന്താണ് അതിന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത്? എല്ലാവരും ഇരുന്ന് തള്ളോട് തള്ളാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പം പറയുന്നു, അടുത്ത മാസം അങ്ങോട്ട് പോകും, അടുത്ത മാസം 4 മാസം മകൻ്റെ അടുക്കായിരുന്നു, 3 മാസം മോളുടെ അടുക്ക പോയി നിന്നു. നല്ല കാര്യം അല്ലേ? എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. പക്ഷേ
വീട് വെച്ചതും കാറ് വെച്ചതും മക്കളെ പഠിപ്പിച്ചതും കെട്ടിച്ചു വിട്ടതും വിദേശത്ത് പോയതും ഒക്കെ പറയുന്നവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം, അവസാനത്തെ ആ വചനം മറിച്ച് നിങ്ങളുടെ പേരുകൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. അതിലാണ് നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. കുടുംബജീവിതത്തിൽ രണ്ടുപേരെ വിളിച്ചിരിക്കുന്നത്, രണ്ടുപേരെ യാത്രയ്ക്കായി വിളിച്ചിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യാനാണ്. ആ ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് കുടുംബജീവിതം നയിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: നമ്മുടെ കുടുംബ ബന്ധങ്ങൾ രണ്ടുപേരുടെ യാത്രയാണിതെന്നുള്ള ബോധ്യമില്ലാതെ ജീവിക്കുന്നു. പ്രത്യേകിച്ച് സുറിയാനി ഭാഷയിൽ വിവാഹത്തിന് ഉപയോഗിക്കുന്ന വാക്ക് സുവാഗ എന്നൊരു വാക്കാണ്. സുവാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അക്ഷരാർത്ഥം, അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് രണ്ട് കാളകളെ കൊണ്ടുവന്ന് നിലമുഴാൻ വേണ്ടിയിട്ട് നുകം വെച്ച് കെട്ടുന്നതിനാണ്. രണ്ട് കാളകൾ, ഒരു കാളയല്ല, രണ്ട് കാളകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നിലം ഉഴാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നുകം വെച്ച് കെട്ടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സുവാഗ. ആ വാക്കാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. വിവാഹത്തിന് ഉപയോഗിക്കുന്ന വാക്ക് രണ്ട് പേരെ ഒരേ നുകം വെച്ച് കെട്ടുകയാണ്. പണ്ട് നമ്മുടെ കാരണവന്മാരുടെ കാലത്ത് ഈ കാളയം കൊണ്ട് നിലമുഴുകുമ്പോൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. കാളയെ പരീക്ഷിച്ച് നോക്കും. ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവർ കാളയെ പരീക്ഷിച്ച് നോക്കാൻ പോകണം എന്ന് പറഞ്ഞെന്ന്. എന്താ ഈ പരീക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മേടിച്ച കാള നമ്മുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യുമോ എന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം? രണ്ട് കാളയെ ഒരുമിച്ച് കെട്ടിയിട്ട്, ഇപ്പം ഒരു ജോഡി കാളയെ മേടിച്ചുകൊണ്ട് വന്നാൽ അതിനെ ഒരുമിച്ച് കെട്ടിയിട്ട് നിലമുഴാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പരിശ്രമിപ്പിക്കും. രണ്ടുപേരെയും ഒരുമിച്ച് അടിക്കും, ഒരുമിച്ച് തെളിക്കുമ്പോൾ കാളയെ തെളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് കാളകളും ഒരുമിച്ച് ഒരേ വേഗത്തിൽ പോകേണ്ടതാണ്. എന്നാലേ ഈ നില ഉഴുതു പോവുള്ളൂ. എന്നാൽ ചില കാള എന്ത് ചെയ്യുന്നറിയാവോ? ചില കള്ളക്കാളയുണ്ട്, അത് അവിടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ കിടക്കുമല്ല, അത് സ്ലോ ഡൗൺ ചെയ്യും. മറ്റവൻ അങ്ങ് വലിക്കട്ടെ എന്ന് വിചാരിക്കും. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ, അതായത് അങ്ങ് വലിച്ചോട്ടെ, ഞാൻ ഇച്ചിരി പമ്മി നിന്നാൽ അവളങ്ങ് നടത്തിക്കോളൂ, അല്ലേ? നീ സ്കൂളിൽ പോടി, നീ കൊച്ചിൻ്റെ ആശുപത്രി കൊണ്ടുപോയിക്കോ, നീ പൊക്കോടി, നീ അവിടെ ചെല്ല്, നീ ആ ബാങ്കിൽ ചെന്ന് ശരിയാക്കിയിട്ട് വാ, നീ ഇറങ്ങ്, നീ ചെല്ലടി എന്ന് പറയാൻ തുടങ്ങും. രണ്ടുപേരുടെ ചെയ്യേണ്ട ജോലികൾ പലതും അയാൾ ഒഴിഞ്ഞു മാറി അവളെ കൊണ്ട് ചെയ്യിക്കും. തിരിച്ചതുപോലെ തന്നെ അയാൾ കിടന്ന് ഇഴയട്ടെ വലിയട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അനങ്ങാതെ എനിക്കിതൊന്നും അറിയത്തില്ല, എനിക്ക് കമ്പ്യൂട്ടറിനെ കുത്താൻ പോലും അറിയത്തില്ല അച്ഛാ, എനിക്ക് മൊബൈലിൽ ഇങ്ങനെ ഏതാ പാസ്വേഡ് എനിക്ക് അറിയത്തില്ല അച്ഛാ, ഈ വീട്ടിൽ ഒരു കാര്യവും എനിക്ക് അറിയത്തില്ല. ഇത്ര നാളായി കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് ഈ വീടിൻ്റെ ഈ ഫാനിൻ്റെ സ്വിച്ച് ഏതാണെന്നറിയാവോ? അതറിയാൻ മേലാത്ത വീട്ടിലെ സ്ത്രീ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നുവെച്ചാൽ കെട്ടിയവൻ മരിക്കുന്നത് വരെ ഞാൻ ഇതൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു, എനിക്ക് അതും അറിയത്തില്ലായിരുന്നു ഇതും അറിയത്തില്ലായിരുന്നു. കെട്ടിയവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കുത്തിയിരുത്തി പഠിപ്പിച്ചു. അപ്പോൾ കെട്ടിയവൻ അയാൾ മരിച്ചതിന് കാരണം എന്തായിരിക്കും? ഇയാൾ തന്നെ കിടന്ന് വലിഞ്ഞിട്ടായിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറഞ്ഞാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ അസുഖം വന്ന് മരിച്ചായിരിക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഈ വ്യക്തി ശ്രദ്ധിച്ചേ, ഈ വ്യക്തി കുറച്ചുകൂടി ശ്രദ്ധിച്ച് കുടുംബത്തിലെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കേണ്ടതുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വലിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ. കുടുംബജീവിതത്തിൽ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള അധ്വാനം ആവശ്യമുണ്ട്. ആകാശമോക്ഷത്തിൻ്റെ മാതൃകയിലാണ് കുടുംബമെന്ന് ചാവറയച്ചൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരപ്പൻ എന്ന നിലയിൽ പരിശുദ്ധ തൃത്വത്തിൽ പിതാവിൻ്റെ ദൗത്യം പിതാവ് ചെയ്യുന്നുണ്ട്, പുത്രൻ്റെ ദൗത്യം പുത്രൻ ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് രക്ഷാകര ദൗത്യം, അല്ലെങ്കിൽ രക്ഷാകരമായ രഹസ്യങ്ങൾ, പെസഹ രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങളെ ആഘോഷിക്കുന്നതാണ് വിശുദ്ധ കുർബാന. കുർബാനയിൽ പങ്കുചേരുന്ന നമുക്കൊക്കെ ഇങ്ങനെ മറ്റൊരാളെ വലിയാൻ വിട്ടിട്ട്, മറ്റൊരാളുടെ മേലെ ചുമലിൽ ഭാരം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കസേര കയ്യും കെട്ടി ഇരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, എത്ര കുടുംബങ്ങളിലാണ് ഈ കണ്ണുനീരിൻ്റെ അനുഭവമുള്ളത്? പരസ്പരം
പരസ്പരം സഹകരിക്കാതെ, പരസ്പരം സ്നേഹത്തോടുകൂടി സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കാതെ, പിന്തുണ കൊടുക്കാതെ ദാമ്പത്യ ബന്ധങ്ങളിൽ തകർന്ന് പല കുടുംബങ്ങളും വീഴുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുടുംബങ്ങളുടെ മേഖലകളിൽ നമുക്ക് ജീവിക്കാനുള്ളത് പരിശുദ്ധ തൃത്വത്തിലെ ഈ ഒരു ഹോളിസ്റ്റിക് ലവ്, ഒരു പേഴ്സൺ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ സമഗ്രതയിൽ മറ്റൊരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലെ ബന്ധം അത് പരസ്പരമായ തുല്യതാ മനോഭാവത്തിൻ്റെയാണ്. നമ്മളിപ്പോൾ സിറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒന്നായി ഉച്ചസ്വരം എന്ന് പറയുന്ന ഗാനത്തിന് മുമ്പായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട്: തുല്യരും അഭിവാജ്യരുമായി ഏറ്റുപറയപ്പെടുന്ന മൂന്നാളുകൾ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ദിവസങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? തൈതോറിൻ്റെ കുർബാന ക്രമത്തിൽ നമ്മൾ ചൊല്ലുന്ന ഇങ്ങനെയാണ്: തുല്യരും അഭിവാജ്യരും, ദേ ആർ ഈക്വൽ ആൻഡ് അൺഡിവൈഡഡ്. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകൾ തുല്യരാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഒരുപാട് പെൺകുട്ടികൾ പ്രേമം തുടങ്ങുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ആ പ്രേമത്തെ എതിർക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് എതിർത്തിട്ട് ഒരു കാര്യമില്ലെന്ന് പല മാതാപിതാക്കൾക്ക് മനസ്സിലായതുകൊണ്ട് അവർ നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എതിർത്തിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട്, കാരണം എതിർത്തിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എതിർക്കുന്ന മാതാപിതാക്കളിൽ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇതാണ്, ശ്രദ്ധിച്ചേ. അവർ പറയുന്നത് എന്താണെന്നറിയാവോ? അച്ഛാ, നമുക്ക് ചേർന്ന ബന്ധമല്ല അത് എന്ന് പറയും. ചെറുക്കൻ പെണ്ണിനെ പ്രേമിച്ചാലും പറയും, പെണ്ണ് ചെറുക്കനെ പ്രേമിച്ചാലും പറയും. എന്താ പറയുന്നത്? ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം പ്രേമിക്കുമ്പോൾ കല്യാണം നടക്കുകയില്ല എന്ന് വീട്ടുകാർ പറയാനുള്ള കാര്യം എന്താണ്? നമുക്ക് ചേർന്ന ബന്ധമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്: പിതാവായ ദൈവം പുത്രനായ ഈശോയോട് പറഞ്ഞു, ഈ കല്യാണം നടക്കുകയില്ല. ഏതാണ് കല്യാണം? ഏതാണ് കല്യാണം? പ്രിയമുള്ളവരെ, കല്യാണത്തിൻ്റെ വിരുന്നുണ്ടിട്ട് എല്ലാ ദിവസവും കല്യാണത്തിൻ്റെ വിരുന്ന്, ബാങ്ക്വറ്റ് വിരുന്ന് കഴിച്ചിട്ട് കല്യാണം അറിയാൻ മേലാത്തവരായി ഇരിക്കരുത് കേട്ടോ. എന്താണ്? ഏതാണ് കല്യാണം? സഭയും ക്രിസ്തുവും തമ്മിലുള്ള കല്യാണം. എവിടെ വെച്ചാ നടന്നത്? കുരിശേൽ. സഭയും ക്രിസ്തുവും തമ്മിലുള്ള വിവാഹമാണിത് കേട്ടോ. പ്രിയമുള്ളവരെ, സഭയും ക്രിസ്തുവും തമ്മിലുള്ള വിവാഹം, സഭയും ക്രിസ്തുവും തമ്മിലുള്ള കല്യാണം, ആ കല്യാണത്തിൻ്റെ വിരുന്നാണ് നമ്മൾ ഭക്ഷിക്കുന്ന അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും. വിരുന്നിൻ്റെ പ്രത്യേകത എന്നാണെന്ന് അറിയാവോ? കല്യാണ ചെറുക്കൻ അത് കേറ്ററിംഗുകാരെ ഏൽപ്പിച്ചില്ല എന്നുള്ളതാണ്. അവൻ പറഞ്ഞു, എൻ്റെ ശരീരം തന്നെയാണ് നിങ്ങൾക്ക് വിരുന്നായി തരാൻ പോകുന്നത്. അതാണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വിരുന്നിൽ മണവാളൻ തന്നെ മണവാട്ടിക്ക്, സഭയ്ക്ക്, നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതാണ് കല്യാണത്തിൻ്റെ പ്രത്യേകത. ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? പൗലോസ് ശ്ലീഹ പറയുകയാണ്, നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ്. അതായത് മണവാട്ടി എന്ന് പറഞ്ഞാൽ സഭ, ഞാനും നിങ്ങളും, നമുക്ക് കല്യാണ ചെറുക്കൻ്റെ അത്രയും യോഗ്യതയില്ല. അവൻ ദൈവം പുത്രനും നമ്മൾ പാപികളായ മനുഷ്യരുമാണ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, ഈ കല്യാണം നടക്കുകയില്ല, കല്യാണം നടത്താൻ പറ്റുകയില്ല. കാരണം ഇവർ പാപികളാണ്, ഇവർ ബലഹീനരായ മനുഷ്യരാണ്. ഇവർക്ക് എങ്ങനെ ദൈവപുത്രനുമായ ഒരു വിവാഹം നടക്കും? എങ്ങനെ നിങ്ങൾ ഒന്നാകുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പുത്രൻ എന്ത് ചെയ്തെന്ന് എഫേസസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം തുടങ്ങി വായിക്കാം. 25-26. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരെ കണ്ടോ? ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, എഫേസസ് ലേഖനം 5-ാമത്തെ അധ്യായം 25-26. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന്
ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. 27-ാം വചനം, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചേ, നമ്മൾ മനസ്സിലാക്കണം, ഒരു ദാമ്പത്യ ബന്ധം, ഒരു കുടുംബ ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഈക്വലായ ഐക്യത്തിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം, ഈക്വലായിട്ടുള്ള ഒരു ബഹുമാനം കൊടുക്കാനുള്ള സാധ്യത. സ്ത്രീയും പുരുഷനുമായി ദൈവം അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തുല്യതയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ഈ തുല്യതാബോധം എന്ന് നഷ്ടപ്പെടുന്നോ അന്നാണ് കുടുംബങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നത്. തുല്യതാബോധം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, തുല്യതാബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നീ കൊള്ളത്തില്ല, നിന്റെ അപ്പം കൊള്ളത്തില്ല, നിന്റെ അമ്മ കൊള്ളത്തില്ല, നിന്റെ വീട്ടുകാർ കൊള്ളത്തില്ല, നീ കൊണ്ടുവന്ന സ്ത്രീധനം പോരാ, നിനക്ക് സൗന്ദര്യമില്ല, നിന്റെ ജോലി താൽക്കാലിക ജോലിയാണ്, നിന്റെ വീട്ടുകാരെന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് കെട്ടിയവൻ കെട്ടിയവളോട് പറയാൻ തുടങ്ങും. തുല്യതാബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നീ താഴ്ന്ന ജാതി, നീ താഴ്ന്ന വർഗം, നീ താഴ്ന്ന നിലവാരമുള്ളവൾ എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. ഇതുപോലെ തന്നെ ഭർത്താവ് മോശക്കാരനായി ചിത്രീകരിക്കപ്പെടുന്നു. എനിക്ക് വേറെ എത്ര നല്ല കല്യാണാലോചന വന്നതാ, ഇയാനെ മാത്രമേ കിട്ടിയുള്ളല്ലോ എന്ന് പറയാൻ തുടങ്ങുന്ന ഭാര്യ, അല്ലേ? വേറെ വന്നതിൻ്റെയൊക്കെ എണ്ണം, അല്ലേ അമ്മമാരെ? അല്ലെ, നമുക്കറിയാം വേറെ എത്ര എണ്ണം വന്നതാ നല്ലത് എന്ന് പറയും. ഇത്ര നല്ലത് വന്നായിരുന്നു അല്ലേ, പക്ഷെ നമുക്ക് വിധിച്ച ഇതായതുകൊണ്ട് ഇത് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങും. എന്താണ്? ഇയാൾ കൊള്ളത്തില്ല, ഇയാൾ വീട്ടുകാർ കൊള്ളത്തില്ല, നിങ്ങൾ താടി സർവേ നടത്തിയല്ലേ ഞങ്ങളെ പറ്റിച്ചത്. താടി സർവേ എന്ന് പറഞ്ഞാൽ എന്നാ മനസ്സിലായോ? പെണ്ണ് കാണാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഇതെല്ലാം ഞങ്ങളുടെയാന്ന് പറഞ്ഞു. സർവേ നടത്തിയത് താടി കൊണ്ടാ. ഇതെല്ലാം പറമ്പ് കള്ളം പറഞ്ഞ് കെട്ടിച്ച് താടി സർവേ നടത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രായം കൂടുന്തോറും പറച്ചിൽ കൂടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ശ്രദ്ധിച്ചേ, ദാമ്പത്യ ബന്ധത്തിൽ ഈ പരസ്പരമായ കുറ്റപ്പെടുത്തലുകളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ്? നമ്മൾ ഈക്വൽസ് അല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഞാനും നീയും തുല്യരല്ല, ഞങ്ങൾ വലിയ കുടുംബക്കാരാ, നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഇല്ലെന്നേ. അത് കല്യാണം കഴിച്ചപ്പോൾ മനസ്സിലായില്ല, പക്ഷേ കൊച്ചിൻ്റെ മാമോസായിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കൊള്ളുകയില്ലാത്ത വീട്ടുകാരാന്ന്, സ്റ്റാൻഡേർഡ് ഇല്ലെന്ന്. ഇതൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതല്ല, ഇതിനപ്പുറമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, ഇച്ചിരി താന്നാണ് പറയുന്നത്, ഇച്ചിരി ഡൈലൂട്ട് ചെയ്ത് ഇച്ചിരി വെള്ളം ചേർത്താണ് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തെയാണ് സംസാരങ്ങൾ. ഇപ്പം എന്താണ് പ്രശ്നം? നമ്മളുടെ ഈക്വൽ ആയിട്ടുള്ള ഡിഗ്നിറ്റി, തുല്യതയുള്ളവരാണ്. ഭാര്യയും ഭർത്താവും ബഹുമാനിക്കാൻ പഠിക്കുക. തുല്യത ഇതെവിടെയാണ് പഠിപ്പിക്കുന്നത്? ഇത് പരിശുദ്ധ തൃത്വത്തിലാണ് പഠിക്കേണ്ടത്. പിതാവ് പുത്രനെ ബഹുമാനിക്കുന്നു, പുത്രൻ പിതാവിനെ ബഹുമാനിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും ബഹുമാനിക്കുന്നു, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ബഹുമാനിക്കുന്നു. ഈ ഒരു തൃത്വൈക സ്നേഹബന്ധത്തിൻ്റെ ഈ മഹത്വം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ബന്ധത്തിൻ്റെ മേഖലയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നില്ല, എന്നെ മഹത്വപ്പെടുത്തുന്നവൻ സ്വർഗത്തിലെ പിതാവാണെന്ന് ഈശോയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുകയല്ല, എനിക്ക് നിങ്ങളെ അറിയാം, പക്ഷെ എന്നെ മഹത്വപ്പെടുത്തുന്നവനുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പിതാവുണ്ടെന്ന് പുത്രന് നല്ല ബോധ്യമുണ്ട്. പിതാവാണ് പുത്രനെ മഹത്വപ്പെടുത്തുന്നത്. പിതാവെ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ഈശോ തൻ്റെ അവസാന പ്രാർത്ഥനയിൽ പറയുകയാണ്, പിതാവെ, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, എൻ്റെ ജീവിതം കൊണ്ട് ഇതാ ഞാൻ പൂർണ്ണമായും അങ്ങയെ മഹത്വപ്പെടുത്തും. അപ്പോൾ പരസ്പരം മഹത്വം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ ബന്ധം, ആകാശമോക്ഷത്തിൻ്റെ ബന്ധം സ്വീകരിക്കുവാൻ കഴിയാത്ത ദാമ്പത്യ ബന്ധങ്ങൾ, അത് പരിശീലിക്കേണ്ടത് കുർബാനയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും മണവാളനാകുന്ന ക്രിസ്തു മണവാട്ടിയായ സഭയെ കല്യാണം കഴിക്കുന്ന ഓരോ കുർബാനയിലും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കുരിശിലെ ബലി തുടരുന്ന അൾത്താരയിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എനിക്ക് ഈ അപ്പത്തിൻ്റെ മേശയിൽ വന്ന് കഴിക്കാൻ യോഗ്യതയില്ല, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറവുള്ളവരാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ നിന്റെ രക്തത്താൽ കഴുകി, വചനത്തിൻ്റെ വെളിച്ചത്താൽ വെണ്മയുള്ളതാക്കി, ജലത്താൽ കഴുകി, പരിശുദ്ധാത്മാവിനാൽ കഴുകി, വചനത്താൽ വെണ്മയുള്ളവരാക്കി മാറ്റി ഓരോ ദിവസവും നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്.
പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഗതിയില്ലാത്തത് കൊണ്ട് ചെറുക്കൻ പറഞ്ഞു, ഞാൻ തന്നോളാം, നീ ഇട്ടോണ്ട് വരേണ്ട ഓർണമെന്റ്സ് മുഴുവനും ഞാൻ മേടിച്ചു തരാം, നീ ഉടുത്തോണ്ട് വരേണ്ട സാരി ഞാൻ മേടിച്ചു തരാം എന്ന് പറയുന്ന ആ മനോഭാവമാണ് യേശുക്രിസ്തുവിനുള്ള മനോഭാവം. നിനക്ക് കുറവുണ്ടെന്ന് എനിക്കറിയാം, നിന്റെ വീട്ടുകാർക്ക് അതിനുള്ള പാങ്ങില്ലെന്ന് എനിക്കറിയാം, നീ പാപിയല്ലേ, നീ ബലഹീനയല്ലേ, നീ കുറവുള്ളവളല്ലേ, നീ കുറവുള്ളവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ എൻ്റെ വിരുന്നിൽ എന്നോടൊപ്പം ഈ വിവാഹത്തിൽ പങ്കുചേരാൻ യോഗ്യതയില്ലാന്ന് കരുതി മാറി നിൽക്കണ്ട. ഞാൻ നിന്നെ അപ്ഗ്രേഡ് ചെയ്യാം, ഞാൻ നിന്നെ ഉയർത്താം, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാം, ഞാൻ നിന്നെ മഹത്വം അണിയിക്കാം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകണമെന്നാണ് ഈശോ വചനത്തിലൂടെ, പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ ചിരി പറയാനുള്ള സമയമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ചെറിയ 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, സമഗ്രതയിൽ വ്യക്തികളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു കഴിവോ, ഒരു ശരീരത്തിലെ ഒരു സൗന്ദര്യമോ, ഒരു നിറവോ, ഒരു ഗുണമോ, ഒരു സ്വഭാവ വൈശിഷ്ട്യമോ ഒന്നും അല്ല പരസ്പര ബന്ധത്തിൻ്റെ മേഖല. അത് പരിശുദ്ധ തൃത്വം കാണിച്ചു തരുന്നു. സമഗ്രതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമഗ്രമായ സ്നേഹമാണ് കുർബാനയിൽ നമ്മൾ സ്വീകരണത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഈശോ എന്നെ പൂർണ്ണമായി സ്നേഹിക്കും. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ഒന്നായി തീരുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുത്തറേസ്യയുടെ വാക്കുകൾ ഞാൻ ഗാനത്തിൽ പാടിയത്, അല്ലേ? നിങ്ങൾക്കെല്ലാം, നമ്മളെല്ലാം ഏറ്റുപാടുന്നൊരു ഗാനമാണ്. കടലോട് ചേരുമ്പോൾ കടലായി മാറും. മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പാട്ടായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ മറന്നു പോകരുത്. ക്ലാസ് കഴിഞ്ഞ് എന്നാ അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ പറഞ്ഞ് തൃത്വമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയാതെ അവസാനം ഇതെങ്കിലും നിങ്ങൾ പറയണം. ഞാൻ ഈ കൊച്ചുത്രേസ്യ പറഞ്ഞതുപോലെ പറയാം. എൻ്റെ ജീവിതം കുർബാനയിലെ ഈശോയെ സ്നേഹിക്കുന്ന അങ്ങനെയാണ്. ഒരു തുള്ളി ജലം വലിയ കടലിൽ ചേർന്നാൽ പിന്നെ കടലേ ഉള്ളൂ, ഞാനില്ലല്ലോ. തുള്ളി ജലം ഉണ്ടോ? ഇല്ല, കടലേ ഉള്ളൂ. അതുപോലെയാണ് ഈശോയും ഞാനും ഒന്നാവുന്നത് കുർബാനയിൽ. ദാമ്പത്യ ബന്ധത്തിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. ഞങ്ങൾ ഒറ്റ ഏക ശരീരമായി മാറി. പ്രിയമുള്ളവരെ, ഞങ്ങൾ 2 അല്ല, ഞങ്ങൾ ഇനി ഒന്നാണ്. ആ പറയുന്നതിന് അർത്ഥം ഉണ്ടാവുന്നതും അതിന് ആത്മീയ ശക്തി കിട്ടുന്നതും കുർബാനയിലൂടെയാണ്. അതിന് മാതൃക ആകാശമോക്ഷമാണ്. വിശുദ്ധ ചാവറയച്ചൻ പഠിപ്പിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഈക്വാലിറ്റിയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം. വി ആർ ഈക്വൽസ്. നീ ഈക്വൽ അല്ലെങ്കിൽ നിന്നെ ഈക്വൽ ആക്കുന്നത് എങ്ങനെയാണെന്ന് ക്രിസ്തു കുരിശിൽ കിടന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആർക്കാ കുറവില്ലാത്തത്? ഏത് കുടുംബത്തിനാണ് മഹിമ? ഏത് വ്യക്തികൾക്കാണ് പൂർണ്ണത? ആർക്കുമില്ല. ആളടുത്തറിയുമ്പോഴാണ് കുറവുകൾ മനസ്സിലാക്കുന്നത്. ആലോചിച്ച് ചെന്നപ്പോഴൊന്നും ആർക്കും ഒന്നും മനസ്സിലായില്ല. കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ കുറവ് പിടികിട്ടിയത്. അപ്പം അതുകൊണ്ട് ഇനി കുറ്റം പറയുകയല്ല വേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? ആ കുരിശിലെ ഈശോ കുറവുകൾ മാറ്റി എങ്ങനെ വധുവായ സഭയെ സ്വന്തമാക്കിയോ അതുപോലെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, സമഗ്രതയിൽ സ്നേഹിക്കുക. 2, തുല്യതാബോധത്തോടു കൂടിയുള്ള സ്നേഹം ഉണ്ടാവുക. ഇത് 2ഉം പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബം ആകാശമോക്ഷത്തിൻ്റെ മാതൃകയാണെന്ന ചാവറയച്ചൻ്റെ ആ വാക്ക് മാത്രമാണ് അതിൻ്റെ ഏറ്റവും കുഞ്ഞ് 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത് കുറേയധികം പറയാനുണ്ട്. അതുപോലെ തന്നെ ചാവറയച്ചൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ചാവറയച്ചൻ പറഞ്ഞത്, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ 2 തരം ബന്ധങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ചാവറയച്ചൻ പറഞ്ഞത്, കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര തരം ബന്ധങ്ങളുണ്ട്? 2 തരം ബന്ധങ്ങളുണ്ട്. 1 സ്നേഹബന്ധം, 2 രക്തബന്ധം. രക്തബന്ധം എന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും അമ്മയും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം. ഒരു കുടുംബത്തിൽ അപ്പനും മക്കളും അമ്മയും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധമുണ്ട്. അതിനാണ് രക്തബന്ധം, അല്ലേ? എന്നാൽ കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ രക്തബന്ധമാണോ ഉള്ളത്? അല്ല, സ്നേഹബന്ധമാണുള്ളത്. കുടുംബം രക്തബന്ധത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും ഇടമാണെന്നും ചാവറയച്ചൻ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ആ വിഷയത്തിലേക്കൊന്നും നമുക്ക് കടക്കാൻ സമയമില്ലാത്തതിനാൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ചാവറയച്ചൻ്റെ മധ്യസ്ഥതയിൽ നമ്മുടെ കുടുംബങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം വ്യക്തിത്വ രൂപീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. വിദ്യാഭ്യാസം വെറുതെ ബൗദ്ധിക പരിശീലനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സമഗ്രതയിലൊരു വ്യക്തിയെ രൂപപ്പെടുത്തുകയാണ്. അതവരുടെ ശാരീരികവും
ആധ്യാത്മികവും വൈകാരികവുമായ ഒരു ഡെവലപ്മെൻറ്റിന്, ഒരു വളർച്ചയ്ക്ക് കാരണമാകണം. വ്യക്തികൾ നന്നായാൽ മാത്രമേ കുടുംബങ്ങൾ നന്നാവുകയുള്ളൂ എന്നും തിരുക്കുടുംബ മാതൃകയിൽ നമ്മുടെ കുടുംബങ്ങൾ രൂപീകരിക്കപ്പെടുകയുള്ളൂ എന്നും വിശുദ്ധ ചാവറയച്ചൻ നമ്മളെ പഠിപ്പിച്ചു. കുടുംബങ്ങൾ ആകാശമോക്ഷത്തിൻ്റെ മാതൃകയാണെന്നും ആ ആകാശമോക്ഷത്തിലെ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി, അത് ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ സമഗ്രതയിൽ വ്യക്തികളെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുക, ഗുഡ് ഓഫ് ദ പേഴ്സൺസ്, കൂടെ ആയിരിക്കുന്ന വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണെന്നും, രണ്ടാമതായിട്ട് തുല്യതാ അവബോധമാണ് നമുക്ക് വേണ്ടതെന്നും തുല്യതയിലാണ് സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനമെന്നും തിരിച്ചറിയുക. ആരും ആരെക്കാളും ഉയർന്നവരോ ആരും ആരെക്കാളും താഴ്ന്നവരോ അല്ല ദാമ്പത്യ ബന്ധത്തിൽ എന്ന കാര്യം ഓർമ്മിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ വന്നു പോകുന്ന വീഴ്ചകളും കുറവുകളും സദാ പരിഹരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഉൾത്തളങ്ങളിൽ നിഴലിക്കുന്ന പരസ്പരമുള്ള ഇകഴ്ത്തലുകളും പരസ്പരമുള്ള വഴിചാലലുകളും പരസ്പരം പൂർണ്ണമായി സ്നേഹിക്കാതെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്തി കുറ്റപ്പെടുത്തുന്ന പ്രവണതകളും ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യമാക്കി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഒന്ന് ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മലാഖമാരോട് ചേർന്ന്, സ്വർഗീയ ഗണം മുഴുവനോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, വളരെ പ്രത്യേകമായി വിശുദ്ധ ചാവറയച്ചൻ്റെ സാന്നിധ്യത്തെ ഈ ആലയത്തിൽ, ഈ കർമ്മലീത്ത ഭവനത്തിൻ്റെ ഈ ആലയത്തിൽ കർത്താവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചാവറയച്ചനോട് ചേർന്ന് നിന്ന്, ഞങ്ങൾ സ്വർഗീയ ഗണം മുഴുവനോട് ചേർന്ന് നിന്ന്, സകല മാലാഖമാരോട്, നവവൃന്ദം മാലാഖമാരോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായിട്ട് ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന വിഷയങ്ങളിലേക്ക് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിലായിരിക്കുന്ന ദൈവമക്കളിൽ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകലങ്ങളിൽ വിദൂരങ്ങളിൽ കഴിയുന്ന മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേഖലകളിലേക്കൊക്കെ കർത്താവേ അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീഷ്ണമായി നമ്മളൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് ഈ നിമിഷങ്ങളിൽ വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിത സന്ധാരണ മാർഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരുണയുടെ കരബലം കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹൃദയം തുറന്ന് അതിനെ തുറന്ന് സ്തുതിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന. കരങ്ങൾ അടിച്ച് പാടാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ അടിച്ചുകൊണ്ട് ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന.
ദൈവപിതാവേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന 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 സ്തുതി ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഓ പുത്രനായ ഈശോയെ, അങ്ങയുടെ മഹനീയ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ചേർന്ന് പാടുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു, ഉദ്ധിതനായവനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു, ഉദ്ധിതനായവനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഓ പാവനാത്മാവേ, പവിത്രീകരണത്തിന്റെ ശക്തിയെ, വിശുദ്ധീകരണത്തിന്റെ കനലേ, സ്വർഗീയ മിന്നലേ, ഞങ്ങളിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ചു പാടുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ഉന്നത ശക്തിയെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ഉന്നത ശക്തിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, നിത്യസഹായകനെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, നിത്യസഹായകനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന എല്ലാവരും സ്തുതി ആരാധന ആരാധന വലിയ വിടുതൽ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പിതാവിന് ആരാധന, പ്രഭാതത്തിലും പിതാവിന് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 സ്വരമുയർത്തി അഭിഷേകത്തോടെ എല്ലാവരും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമതൃത്വമേ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ പരമതൃത്വ കാരുണ്യമേ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ പരമതൃത്വ കാരുണ്യമേ അങ്ങേ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ആബാ പിതാവേ എന്ന് സ്വർഗസ്ഥനായ അപ്പനെ വിളിക്കാൻ ഞങ്ങളുടെ ഉള്ളിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവേ, റോമ 8:16 വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെപ്പോൾ നിറയ്ക്കണം. എൻ്റെ ആത്മാവിനോട് ചേരുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിൽ ഇരിപ്പിടം കണ്ടെത്തുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ മാനുഷികമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിന്നും എന്നെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ആലയത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദൂരങ്ങളിൽ കഴിയുന്നവരെ, പ്രാർത്ഥിക്കാൻ വിസമ്മതിക്കുന്നവരെ, ധ്യാനം, പ്രാർത്ഥന, ആത്മീയത ഈ മേഖലകളെ പരിഹസിക്കുന്നവരെ, ഉപേക്ഷിക്കാൻ പിശാച് പ്രേരിപ്പിക്കുന്നവരെല്ലാം പ്രത്യേകമായി ഈ ആരാധനാ വേളയിൽ സമർപ്പിക്കുന്നു. ഒപ്പം ഈ ആലയത്തിൽ ഇന്ന് പ്രാർത്ഥനാ നിയോഗം എത്തിച്ചിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ
അവരുടെ കുടുംബങ്ങളെ, ജീവിത സാഹചര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച്, ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് കടന്നുപോയ ഇതുവരെയുള്ള എല്ലാ ദൈവമക്കളെയും, കണ്ണുനീരോടുകൂടി ഈ ആലയത്തിൽ പ്രാർത്ഥിച്ച് കടന്നുപോയ എല്ലാവരെയും, പ്രത്യേകമായി ഈ ആലയത്തിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും, നേതൃത്വം നൽകുന്നവരെയും, ഗാന ശുശ്രൂഷകരെയും, അവരുടെ കുടുംബത്തെയും, കർത്താവെ മക്കളെയും എല്ലാം സമർപ്പിക്കുന്നു. ഒപ്പം ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ ജാബറേച്ചൻ്റെ മധ്യസ്ഥതയിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആകാശമോക്ഷത്തിൻ്റെ മാതൃകയിൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം. ആകാശമോക്ഷത്തിൻ്റെ മാതൃകയിൽ ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണം. പ്രത്യേകമായി കുർബാനയിൽ തെളിഞ്ഞു കാണുന്ന സമഗ്ര സ്നേഹത്തിൻ്റെ ആധ്യാത്മികത, കുർബാനയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന, പൂർണ്ണമായും ഞങ്ങളെ ഉൾക്കൊള്ളുന്ന, പൂർണ്ണമായും ഞങ്ങളിലേക്ക് കടന്നു വരുന്ന അങ്ങനെ പൂർണ്ണമായ സ്നേഹത്തിൻ്റെ ആത്മീയത, ദിവ്യകാരുണ്യ സ്നേഹം ഞങ്ങൾക്ക് അനുദിനം വെച്ച് നീട്ടുന്ന ഈ ഒരു കൃപ, അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആത്മീയതയാണെന്ന് ഞങ്ങളിന്ന് തിരിച്ചറിഞ്ഞു. പിതാവ് പൂർണ്ണമായും പുത്രനെ സ്നേഹിക്കുകയും തനിക്കുള്ളത് മുഴുവനും പുത്രനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പുത്രൻ തനിക്കുള്ളത് മുഴുവൻ പിതാവിനെ ഏൽപ്പിക്കുന്നു, പിതാവിനെ പൂർണ്ണമായും അനുസരിക്കുന്നു. പരിശുദ്ധാത്മാവ്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് പുത്രനോട് ചേർന്ന് നിന്ന് ആവാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രനെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് ഉത്ഭവിച്ച് പുത്രനിലൂടെ കടന്ന് ഇന്ന് നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവർക്കും കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ഐക്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അച്ഛൻ പറയുമ്പോൾ ആ പ്രാർത്ഥന വാക്കുകൾ ഏറ്റുചൊല്ലുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാൽ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാൽ, പരിപൂർണതയുടെ ബന്ധത്താൽ, ഈ പരിപൂർണതയുടെ ബന്ധത്താൽ, സ്നേഹത്തിന്റെ ഐക്യത്താൽ, സ്നേഹത്തിന്റെ ഐക്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങളിൽ ഞങ്ങൾ സഹോദര സ്നേഹ ബന്ധങ്ങളിൽ ഞങ്ങളുടെ രക്തബന്ധങ്ങളിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരസ്പരം ഐക്യത്തിന്റെ നിദാനമായി നിലകൊള്ളുന്ന തുല്യതാഭാവം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരസ്പരം കുറ്റപ്പെടുത്തുന്ന, പഴിചാരുന്ന, പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിള്ളലുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ മേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്. പരിഹരിക്കപ്പെടാനാവാത്ത വിധത്തിൽ മാനുഷികമായി പ്രതികൂലമായി നിൽക്കുന്ന ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും വിഷമിപ്പിച്ച ഓർമ്മകളും വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങളും സങ്കടത്തിൻ്റെ മേഖലകളും തിരുവോസ്തിയോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. മുറിയപ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റുവാൻ മുറിയപ്പെട്ട അപ്പത്തിൽ നിന്നും കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാന അത്താഴത്തിൻ്റെ വിരുന്നിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നീ നൽകിയ ആ വലിയ സ്നേഹത്തിൻ്റെ വാക്യം ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദം കഴുകി. നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ തയ്യാറാകണം.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹിക്കുന്നതൊഴികെ മറ്റൊരു കടപ്പാട് നിങ്ങൾക്ക് ആരോടും ഉണ്ടാകാതിരിക്കട്ടെ. സ്നേഹിച്ച് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട ദാമ്പത്യ ബന്ധങ്ങളിൽ അശുദ്ധി നിറഞ്ഞിരിക്കുന്ന, വിദ്വേഷം നിറഞ്ഞിരിക്കുന്ന മേഖലകളെ പൂർണ്ണമായും തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മ നിറഞ്ഞ ഓർമ്മകൾ, വൈരാഗ്യ വിദ്വേഷ മേഖലകൾ, സൗഖ്യം വേണ്ട മേഖലകൾ, ആന്തരിക മുറിവുകൾ, ക്ഷതങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുറിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണം, ഞങ്ങളുടെ കുടുംബങ്ങളെ സൗഖ്യപ്പെടുത്തണം, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ വിശുദ്ധ കുർബാന സ്നേഹത്തിൽ നവീകരിക്കണം. കർത്താവേ, പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകയിൽ സമഗ്രമായ സ്നേഹത്തിലേക്കും തുല്യതാഭാവത്തിലുള്ള പരസ്പര പങ്കുവയ്ക്കലിലേക്കും സ്നേഹത്തിലേക്കും ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാദം കഴുകി സ്നേഹിക്കുന്നത് പോലെ കർത്താവേ, അന്ത്യത്താഴ് വേളയിൽ നീ പാദം കഴുകിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ജോലികളിൽ, ഞങ്ങളുടെ കുടുംബത്തിലെ ഗൃഹ ജോലികളിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാധാരണ വീട്ടുജോലികളിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നവരാകാൻ, ആരും പരസ്പരം ഭാരപ്പെടുത്താതെ, പരസ്പരം ഭാരം വെച്ച് നൽകുന്നവരാകാതെ, എല്ലാവരുടെയും ജീവിതം സുഗമമാക്കുവാൻ, ലളിതമാക്കുവാൻ സഹായിക്കുന്നവരായി മാറുവാനുള്ള വിശാല മനസ്കത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറിയപ്പെടാനായി മുറിച്ചു നൽകുന്ന ദിവ്യസ്നേഹ കാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മുറിയപ്പെടാനായി മുറിച്ചു നൽകുന്ന ദിവ്യസ്നേഹ കാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. അവസാന താഴവിരുന്നിൽ നാഥന്റെ വചസ്സുകൾ ഓർക്കുന്നുവോ? അവസാന താഴവിരുന്നിൽ നാഥന്റെ വചസ്സുകൾ ഓർക്കുന്നുവോ? പരസ്പരം നിങ്ങൾ സ്നേഹിക്കുവിൻ, പാദം കഴുകി സ്നേഹിക്കുവിൻ. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുവിൻ, പാദം കഴുകി സ്നേഹിക്കുവിൻ. പാദം കഴുകി സ്നേഹിക്കുവിൻ. മുറിയപ്പെടാൻ ഓരോ ദിവസവും അൾത്താരയിൽ അപ്പമായി ഇറങ്ങി വന്ന് മുറിച്ചു നൽകുന്ന സ്നേഹമേ, സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ ബലമാണ് നീ എന്ന്, ഞങ്ങൾക്ക് നൽകുന്ന ധൈര്യമാണ് നീ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പാദം കഴുകി പരസ്പരം വിനയപൂർവ്വം സ്വീകരിച്ച് ഒരു വലിയ ജീവിതം കുടുംബത്തിൽ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളാകട്ടെ ഈ നിമിഷങ്ങൾ. കൈവപ്പ് പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗീതം ആലപിക്കുന്ന നിമിഷങ്ങളിൽ സ്വസ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധിക്കുന്നവരെല്ലാം വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് വേണ്ടി കടന്നു വരുന്നത് പോലെ ഇരുവരികളായി മുൻപിലേക്ക് കയറി വന്ന് സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇരുവരികളിൽ കുർബാന സ്വീകരിക്കാൻ കടന്നു വരുന്നത് പോലെ പുരുഷന്മാർ സ്ത്രീകളും മുമ്പിലേക്ക് കടന്നു വരിക. കുർബാന സ്വീകരിക്കാൻ കടന്നു വരുന്നത് പോലെ വന്ന് മുട്ടിന്മേലായിരിക്കുക. കരങ്ങൾ വച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നാം പാടി പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമുക്കെല്ലാവർക്കും ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് പാടിക്കുക. ശക്തിയോടെ, വലിയ ദാഹത്തോടെ. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിച്ച് നിറയണമേ നീ എന്നുള്ളിൽ തീനാളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകന്റെ മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ച് പാടാം. ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വലിയ വിടുതലും അഭിഷേകവും ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമുക്കായി നൽകുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു. തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാഭിഷേകം നമ്മളെല്ലാവരുടെയും മേൽ വ്യാപരിക്കട്ടെ. ദൈവാത്മാവിന്റെ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യത്താൽ നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ വിശുദ്ധ ജാബറേച്ചന്റെ മധ്യസ്ഥതയാൽ അഭിഷേകം പ്രാപിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,